അച്ചമ്മച്ചി അമ്പലത്തിൽ പോയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കമ്പം വരെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചോണ്ടല്ലോ. അതെ കുറെ ഇപ്പൊ നമ്മള് 2 മാസമായെന്ന് തോന്നുന്നല്ലേ അമ്പലത്തിന് പോയിട്ട്. കുറച്ച് നാളായി. 2 മാസം അടുത്താകാറായെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പം പോകണം. ഇന്ന് ഏതായാലും ഒത്തിരി നാൾ കൂടിയിട്ട് ഒരു ചെറിയ മഴ കിട്ടി. ചെറിയ മഴയെന്ന് പറയാൻ പറ്റത്തില്ല, ഒന്ന് തൂളി പെയ്തില്ലല്ലേ? പോയതേ ഉള്ളൂ. പക്ഷെ ഞങ്ങളാ കൊച്ചറയായിരുന്നു മഴ പെയ്തപ്പോൾ അവിടെ നല്ലപോലെ പെയ്തു. ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ട് തൂളി പോയതേ ഉള്ളൂ. അത് തൂളിയതേ ഉള്ളൂ. നമ്മളെ മാത്രം പറ്റിക്കും, എല്ലായിടത്തും നല്ലപോലെ പെയ്യുന്നുണ്ട്. നമുക്കെന്ന് ഇടിയും മുഴങ്ങും, വഴിക്കും അതങ്ങ് പോവും. എടാ അത് കണ്ടോ, ഇനി രാജുവേട്ടൻ പട്ടിക്കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നു, കൊച്ച് പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നു. പൂച്ചക്കുഞ്ഞ് വണ്ടിയുടെ ഇടയിൽ കയറി എന്നെ എടുത്തോണ്ട് പോയത്. അതെ അതെ അതെ. നല്ല പട്ടിക്കുട്ടി. ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. ഇതേ അവര് കൂട്ടിലിട്ടേക്കുന്നതായിരുന്നു തോന്നുന്നു. വഴിയൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. നമ്മള് വീഡിയോ ഇട്ടിട്ട് ഇപ്പം 3-4 ദിവസമായല്ലേ. എന്നുവെച്ചാ പോപ്പിക്ക് പരീക്ഷയായി പോയി, പിന്നെ നമ്മളും കുറച്ച് തിരക്കായി പോയി. മുളക് പറിക്കുക, പിന്നെ കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എന്നും പാക്കിങ് കാണിക്കുമ്പോ തന്നെ ഒരു ബോറടിയല്ലേ. അതുകൊണ്ട് അതിപ്പോ ഒരുമാതിരി സന്ധ്യ ആയില്ലേ, ഇരുട്ട് പോലെ ആയി. മഞ്ഞുണ്ട്. അങ്ങനെ മഴയും കൂടെ പെയ്തോണ്ടേ ഇപ്പൊ നമ്മള് താഴെ ഇറങ്ങി ചെല്ലുമ്പം കമ്പം ചന്തയെല്ലാം പൂട്ടി പോവാ. അറിയത്തില്ലല്ലേ. ഈ വഴിയേ കഴിഞ്ഞ ആഴ്ച എല്ലാം ഇത് പണിയാൻ പോവാ, ബ്ലോക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയില്ലെന്ന് തോന്നുന്നല്ലേ. ഇതുവരെ തുടങ്ങിയില്ല. ഓരോ മാസവും പറയും ഇപ്പൊ 25-ാം തീയതി കണ്ടാ നല്ലപോലെ കിടക്കുന്നതും അല്ലേ. മഴ പെയ്തോണ്ട് ആ പൊടിയൊക്കെ ഒതുങ്ങിയോണ്ടാ. സാധനങ്ങളൊക്കെ കൊണ്ട് വഴി കൂടെ. അത് ഈ റിങ്ങാ, നമ്മള് കലുങ്ക് പണിയല്ലേ, അതിന് വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള റിങ്. കലുങ്കിന് പകരം ഇപ്പൊ ഇതെങ്ങനെ റിങ്ങാ വെക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം ഇറങ്ങി വന്നായിരുന്നു, ഞാനും കുഞ്ഞിനും. ഞങ്ങൾ ഒത്തിരി നാളായി വന്നിട്ട്. അന്ന് വന്നത്, നമ്മള് ചന്തയ്ക്ക് വന്നത്. അല്ലാതെ ഇപ്പം പകലും നമ്മൾ വരുന്നില്ലല്ലോ. അച്ചമ്മച്ചിയും വന്നിട്ട് കുറെ ദിവസമായല്ലേ. അല്ലെങ്കിൽ നമ്മള് നേരത്തെ മുന്തിരിപ്പാടം ഒക്കെ ആണെങ്കിലും ഇറങ്ങി വരുമല്ലായിരുന്നു ഇടയ്ക്ക്. അച്ചമ്മച്ചി ആണേലും വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസം ആയില്ലേ. ഞാൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ എന്തൊക്കെ വന്നോ, പിന്നെ വന്നില്ലേ. ഞാനും വന്നില്ല, ഞാനത് കഴിഞ്ഞ് നാട്ടിൽ പോയില്ലേ. ആരും ചോദിക്കാണ് ചന്തയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ മതി. ഒരു കുഞ്ഞി കുരങ്ങും ഒരു വലിയ കുരങ്ങും കൂടി ഇരിക്കുന്നുണ്ടോ. അമ്മയും കുഞ്ഞും എല്ലാരും വരുന്നുണ്ടേ. എന്നാന്നോ വണ്ടി നിർത്തിയപ്പോഴേക്കും അവന്മാര് മഴ ആയതുകൊണ്ടേ, മഴ പെയ്തുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കിട്ടുമോന്നൊക്കെ അറിയാനായിട്ട് വരുന്നതാണ്. സന്ധ്യയായിട്ടും കേറി പോയിട്ടില്ല, അവർക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ കണ്ടോ, ഈ കാടെല്ലാവേ ഒരു കരിഞ്ഞുണങ്ങി കിടക്കുമല്ലേ. കണ്ടോ, മഴ പെയ്യാത്തതുകൊണ്ട് ഫുള്ള് കരിഞ്ഞുണങ്ങി, എന്നാ പറയുന്നേ, ഒരു പച്ചപ്പില്ലാതായി അല്ലേ. താഴോട്ടാണല്ലോ. അതെ അതെ അതെ. മഴ തൂളി കഴിയുമ്പോഴേ ഇതെല്ലാം പൊട്ടി ഈ താഴോട്ട് നോക്കിയതുകൊണ്ടോ ഫുള്ള് കരിഞ്ഞു നിൽക്കുക. കണ്ടോ, എല്ലാം മൊത്തം കരിഞ്ഞുണങ്ങി നിൽക്കുക. ഇനി മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല പെട്ടെന്ന് പച്ചപ്പാവും. പറഞ്ഞ പകലത്തെ ചൂട് ഭയങ്കരല്ലേ ഇവിടുത്തെ. ഞാൻ എപ്പോഴും ഇവിടെ വന്നിറങ്ങി നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ ആദ്യം കമ്പത്തിന് പോയതാ ഓർക്കുന്നത്. നമ്മള് ആദ്യം ഇവിടെ വന്നപ്പം പോയത് ഓർക്കുന്നുണ്ട്. കുഞ്ഞിയൊക്കെ കുഞ്ഞ് തന്നിടത്തേക്കൊക്കെ കയറ്റി നിർത്തി ഒരു ഫോട്ടോ ഇപ്പോഴും ആ കുഞ്ഞിയാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. കണ്ടോ, ചുറ്റിലൊക്കെ മണലൊക്കെ ആയിട്ട് വണ്ടി പോകുന്നുണ്ടോ. എംസാൻഡ് കൊണ്ട് പോവാ. കമ്പംമെട്ടിന്ന് കമ്പത്തിന് ഇറങ്ങി പോകുമ്പോഴേ ഇതുപോലത്തെ 18 വളവുകളാണുള്ളത്. 18 വളവ് ഇറങ്ങി ചെല്ലുമ്പോൾ കമ്പമാകും. സൂര്യൻ താന്നു പോകുന്നേ. സന്ധ്യ ആകാറായില്ലേ. ആ ഒരു മഴയൊക്കെ ചാറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്ധ്യാസമയം ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയാ. പിന്നെ മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ ഉണ്ടല്ലോ, അന്നേരം നല്ല ഭംഗിയാ. ഈ ഇലകളെല്ലാം ഒരു എന്നാ പറയുന്നത്, വെള്ളമൊക്കെ കിട്ടി ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നത്. പിന്നെ ഈ തമിഴ്നാടിൻ്റെ ഇത് കണ്ടോ ഇനി, പല കളറല്ലേ മണ്ണ്. കണ്ടോ, അടുത്തടുത്ത സ്ഥലങ്ങളാണേലും പല കളറിലെ മണ്ണല്ലേ. പിന്നെ ആ നിൽക്കുന്ന എല്ലാം പുളിമരങ്ങള്, കൃഷിത്തോട്ടങ്ങള്. ഇപ്പൊ പറിച്ചു കഴിഞ്ഞ കൃഷിത്തോട്ടങ്ങളില് പുതിയതായിട്ട് നടാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ആ മണ്ണുകൾ മാത്രം കാണുന്നത്. നീ നിൽക്കുന്ന എല്ലാം പുളിമരങ്ങളാ, നിൽക്കുന്നത്. ഇപ്പൊ മാർച്ച് മാസം ആകുമ്പോഴേക്കും പുളി മൊത്തം പഴുത്ത് പറിക്കാൻ തുടങ്ങും. ഇപ്പൊ നിറഞ്ഞ് കായ്ച്ചു കിടക്കുക, കാണാൻ നല്ല രസമാണ്. പിന്നെ സന്ധ്യ ആകുമ്പോഴത്തെ ആ ഒരു കാഴ്ചകളൊക്കെയാ. ബൈപ്പാസ് ആണിത്, കമ്പം ബൈപ്പാസ്. അതാണ്ട് നമ്മൾ പോകുന്നു ബൈപ്പാസിൽ കൂടി. കമ്പം ടൗൺ ബൈപ്പാസിൽ നമ്മൾ ഇനി അടുത്ത് കയറി ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, ചന്തയൊക്കെ അടച്ചുകൂട്ടി എല്ലാരും വീട്ടിൽ പോയോവാ. പോയി നോക്കാം. നേരെ സന്ധ്യയായി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, എന്നാ അറിയാവോ.
ഈ തമിഴ്നാട്ടിലെ ഇവര് ചൂട് എന്തോരം ചൂടാണല്ലോ ഇവര് സഹിക്കും. ആ പക്ഷെ അവര് മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവര് മറ്റേ എന്താ പറയുന്നത്, ഈ നനഞ്ഞ കോഴി ഇരിക്കുന്ന പോലെ എവിടെയെങ്കിലും ഇരിക്കത്തുള്ളൂ. അതെ, അപ്പൊ പിന്നെ അവരെ ഒരു പരിപാടിക്ക് ഇറങ്ങുകയല്ല. അവർക്ക് വെള്ളം അലർജിയാണ്. അത് അങ്ങനെ അതുകൊണ്ടല്ല, അവർക്ക് ചൂട് ഇവര് സഹിക്കും ഭയങ്കര. കാലത്തല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഇവര് നമ്മുടെ നാട്ടിലെ പോലെ ഇവരെപ്പോഴും ചൂടായതുകൊണ്ടേ ആ ചൂട് അവർക്കത് പ്രശ്നമല്ല. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ മഴ പെയ്ത് കേട്ടോ. ഇവിടെ നമ്മുടെ കാര്യം അതുപോലെ തന്നെയല്ലേ, നമുക്ക് തണുപ്പായാലും വിഷയമില്ല. അതെ, ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചൂട് സഹിക്കാൻ പറ്റിയല്ല. മഴ ഇവിടെ പെയ്ത് കേട്ടോ. ഇതൊക്കെ റോഡിൽ വെള്ളമുണ്ട്. കടകളിൽ സൈഡിലെല്ലാം വെള്ളം കിടപ്പുണ്ട്. പെട്ടെന്ന് ഇരുട്ടായ പോലെ. നമ്മുടെ അവിടെ ഇപ്പൊ സന്ധ്യ ഇരുട്ടാകുകയില്ല. അതെ, സമയം ഈ പറയുന്ന പോലെ 6:45 ആയതേ ഉള്ളൂ. അതെ, എല്ലാരും പെറുക്കി കിട്ടി പോകാൻ തുടങ്ങി. അയ്യോ, എല്ലാരും പോവാൻ തോന്നുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഒരു സാധനവും കിട്ടുമല്ലോ കേട്ടോ. ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങള് കമ്പത്തൊന്നും വരുന്നില്ല, നാളെ സാധനം മേടിച്ചോണ്ട് വരും. ആണോ? ആ, അത് കൊള്ളാം. എന്നാ ഇവിടെ എവിടെയെങ്കിലും ഇവരോട് ചോദിക്കാം അടുത്ത നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നാളെ. വേറെ അടുത്ത ചന്ത എവിടാന്ന് എവിടാന്ന് നോക്കാം. അതെ, മഴയും കൂടെ പെയ്തോണ്ടായിരിക്കും കൂടുതൽ പോയി. അതെ, ആള് കുറവാ. അതെ, ഇതാണ് രാത്രിയിലത്തെ കമ്പത്തിന്റെ വിഷ്വൽസ്. ലൈറ്റുകൾ മാത്രം കാണാൻ പറ്റുന്നല്ലേ. ആകാശം കണ്ടോ? അതെ, നമ്മൾ സാധാരണ തിരിച്ചു കയറി സന്ധ്യയാകുമ്പോൾ തിരിച്ചു കയറി പോകുമ്പം മേളിൽ ചെന്ന് കഴിയുമ്പോഴല്ലേ ഇനി ഈ കാഴ്ച കാണുന്നത്. ഇന്ന് നേരിട്ട് മേളിൽ നിന്നുള്ള കാഴ്ച കണ്ടോ? ഇതാണ് നമ്മുടെ ചന്ത, ഈ ലെഫ്റ്റിൽ കാണുന്നത്. അത് നമ്മൾ പോകുന്ന റോഡല്ലേ. എവിടെ നോക്കിയാലും ലൈറ്റുകൾ മാത്രമേ കാണാനുള്ളല്ലേ. കൊറേ ലൈറ്റുകൾ കണ്ടോ? ഇവരെപ്പോഴും രാത്രിയാണേലും ഇങ്ങനെ ഉറുമ്പുകളെ നടന്നുകൊണ്ടേയിരിക്കും. ഉറങ്ങത്തില്ല. ഉറക്കം വന്നതില്ല, ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കും. അതന്നെ അല്ലേ, നല്ല രസമല്ലേ. അപ്പൊ നമുക്ക് രാത്രി ആയെന്ന് പറഞ്ഞാലും പോയി നോക്കാം. ആൾക്കാർ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് അതെ അതെ ഉണ്ടെന്നുള്ളൊരു ഒത്തിരി. വിശ്വാസത്തിൽ ഇവിടെ ഫുള്ള് കേരള വണ്ടികളാണ് കേട്ടോ. ആ സൈഡിൽ കിടക്കുന്നുണ്ടോ കുഞ്ഞി, അക്കരെ അപ്പുറത്തെ സൈഡ് കണ്ടോ? ആ സൈഡ് മൊത്തം കിടക്കുന്ന കംപ്ലീറ്റ് കേരള വണ്ടികളാണ്. എല്ലാം പരിചയക്കാർ പച്ചക്കറി വാങ്ങിച്ചോണ്ടിരിക്കും പോകുന്നോളൂ. നിങ്ങൾ വാങ്ങിച്ചോ, വന്നോളൂ, എന്നാ പെട്ടെന്ന് വാ. എല്ലാവർക്കും വൈകുന്നേരമല്ലേ സമയം കിട്ടുള്ളൂ. അതെ അതെ അതെ. പിന്നെ പകൽ ഇവിടെ വന്നാൽ ഭയങ്കര ചൂടുമായിരിക്കും, അതുകൊണ്ട് എല്ലാരും പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ടേ വരുള്ളൂ. രാത്രിയായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ആളാ. അതെ, നമ്മൾ ചന്തയിൽ അടച്ചു കൂട്ടി പോയി കാണുന്നു. പേടിച്ചോലല്ല, അതിനാണ് ഇഷ്ടം പോലെ ആളുണ്ട്. മൊത്തം പേരും ഇവിടെ ആണെന്ന് തോന്നുന്നത്. പരിചയക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരെല്ലാം ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്തിരി പേരുണ്ട്. അത് 30, ഇത് 20, അത് 30, 20. கிலோ 5 ரூபா, அவ்வளோதான் இருக்கு. 20 ரூபா. எல்லாமே ஒரே விலை. எல்லாம் 250. எப்பா நன்னால தானப்பா பல்லு கொடுத்தாலும் சரி தகடமை பாவின் கலக்கம் மாலை போடணுமா. നമ്മൾ കമ്പത്തെല്ലാം പോയി സാധനം എല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഇതെല്ലാം ഒന്ന് പെറുക്കി അടുക്കി വെക്കണം, ഫ്രിഡ്ജിനകത്താക്കിയൊക്കെ വെക്കണം. കഴുകി പെറുക്കിയൊക്കെ എടുത്ത് വെക്കണം. അറിയത്തില്ല. നമ്മളിന്ന് കമ്പത്ത് മാർക്കറ്റിൽ ചെന്നപ്പോഴേ നല്ല തിരക്കായിരുന്നേ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം സന്ധ്യ ആകുന്ന സമയമാകുമ്പോഴേക്കും ഭയങ്കര തിരക്കാവും. മലയാളികളും തമിഴ്ക്കാരും അതിൻ്റെ കൂട്ടത്തിൽ അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം മോഷ്ടിക്കാനായിട്ട് തക്കം നോക്കിയിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വേറുള്ള ഒരു സ്ഥലത്ത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ അങ്ങനെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വേറൊരു സ്ഥലത്തും ആൾക്കൂട്ടത്തിലും ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് എപ്പോഴും അലർട്ടായിട്ടിരുന്നോണം. നമ്മുടെ ഇന്നൊരു ചെറിയ അനുഭവം ഉണ്ടായി, അതുകൊണ്ട് പറഞ്ഞതാ. കൊണ്ടുപോകാൻ തുടങ്ങി നമ്മുടെ പച്ചക്കറി സഞ്ചി എടുത്തോണ്ട് പോകാൻ തുടങ്ങി, നിലത്ത് വെച്ച സമയം കൊണ്ട്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ എവിടെ പോയാലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചേ നിൽക്കാറുള്ളൂ. എവിടെ ആൾക്കൂട്ടത്തിൽ പോയാലും ചുറ്റും ശ്രദ്ധിച്ചേ നിൽക്കാറുള്ളൂ. അതെ, ഇന്ന് നമുക്ക് അന്നേരം പറ്റിയ നമുക്ക് 3-4 പാത്രത്തിലില്ലായിരുന്നു, കവറിനകത്ത് കവർ കൂടുതലുള്ളപ്പം അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ ഇനി പോകുന്നവരത് ആ അനുഭവം വെച്ച് ശ്രദ്ധിച്ചാൽ മതി.
എപ്പോഴും നമ്മൾ ആൾക്കാർ കൂടുതലുള്ളിടത്ത് ചെല്ലുമ്പോൾ നമ്മളതൊന്ന് മനസ്സിൽ ഓർത്താൽ മതി. നമ്മുടെ സാധനങ്ങളും എപ്പോഴും നമ്മളിങ്ങനെ ഇതായിട്ട് തന്നെ നിൽക്കണം. എൻ്റെ ദൈവം, ഇന്ന് ഈ ആച്ചാച്ചന് കഞ്ഞിയും ഉണക്കമീനും ഒക്കെ ഉള്ളോ? പിന്നെ ഉണക്കമീനൊന്നും അല്ല, പച്ചമീനാ. ആണോ? വറുത്തതാ. ഞാനോർത്ത് മറ്റേ ഉണക്കമീൻ വാങ്ങിച്ചാൽ വറുത്ത് കൊടുക്കുമായിരിക്കും. അങ്ങല്ല, അത് മറ്റേ ഇച്ചിരി വലിപ്പമുള്ള. അപ്പം ഞാനോർത്ത് തെരണ്ടി വാങ്ങിച്ചു വെച്ചാലും. ഇതുണ്ടല്ലോ, ഈ ഇടയായിട്ട് നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തരം മീനാണ്. അതിന്റെ പേരെന്നാ? പുലിമുരുകൻ. അത് കൊള്ളാം. ഇത് പല നാട്ടിൽ പല പേരല്ലേ? അതെ. അല്ല, എന്നോട് ഈ പുള്ളി പറഞ്ഞു മീൻകാരൻ പറഞ്ഞതാ, മീന്റെ പേര് വേറെണ്ട. ഇത് മീൻകാര് പല പേരും പറയും. എന്നോട് പറഞ്ഞത് സുന്ദരി എന്നാ പറഞ്ഞു. ഇത് വേറെ പേര് പറയുന്നു. അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല രുചിയുള്ള മീനാ. നല്ല ടേസ്റ്റും ഉണ്ട്, ഇതിനകത്തൊന്നും പോകാനില്ല. കുഞ്ഞു തലയൊക്കെയാണ്, നല്ല ദശക്കട്ടിയുണ്ടല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഇതൊക്കെ ഉള്ളോ? മീനിന്റെ കൂട്ടത്തിൽ സാധാരണ നമ്മൾ ഉണക്കമീനിന്റെ അകത്ത് പച്ചമുളക് ഇട്ട് വറക്കല്ലേ എന്ന് പറഞ്ഞ പോലെ. പച്ചമുളക് ഈ ലക്ഷണം കണ്ടിട്ട് കമ്പത്തെ മുളക് പോലെ ഉണ്ടല്ലോ. പിന്നെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ നല്ല ഉണക്കക്കാന്താരി അരച്ചുണ്ട്. പോപ്പി ഇതൊന്നും കേട്ടിട്ട് അനങ്ങാതെ നിൽക്കട്ടോ. ചപ്പാത്തി കഴിച്ചു. ചപ്പാത്തി കഴിച്ചു. അപ്പോഴേ നാളെ രണ്ടുപേർക്കും ക്ലാസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല. നാളെ രാവിലെ മുതൽ നമ്മൾ പറമ്പിലായിരിക്കും. കുറെ പണിയുണ്ട്. കുരുമുളക് പറിക്കുന്നുണ്ട് അവിടെ, അത് പെറുക്കാനുണ്ട്. പിന്നെ അത് ഉണങ്ങാൻ കൊണ്ടിടണം, പോയി നിരത്തി ഇടണം, വാരി വെക്കണം. നാളെ ഫുൾ ടൈം പണിയായിരിക്കും കേട്ടോ. ചോട്ടി പെറുക്കാൻ കാണുമല്ലോ കുറച്ച്. കുറച്ച് കാണുമായിരിക്കും. ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പൈമീൻ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടെന്നാ കിടന്നേക്കാം. നാളെ ഒന്ന് രാവിലെ എണീക്കണം. പഠിത്തമില്ലെന്നും പറഞ്ഞ് ഉച്ചവരെ കിടന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.